ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജിഷ്ണ വ്ളോഗിലേക്ക് സ്വാഗതം. കുട്ടികൾക്ക് സ്കൂളുള്ള ഒരു ദിവസത്തെ 9:30 മുതലുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. രാവിലെ മുതൽ ഉള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. 9:20 ആകുമ്പോൾ മോന് സ്കൂൾ ബസ് വരും. അപ്പോൾ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടൊക്കെ വന്നതിന് ശേഷം എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി, ഇനിയുള്ള പണികളൊക്കെ ഞാൻ ചെയ്യുന്നത് ഒന്ന് വീഡിയോയിൽ പകർത്താമെന്ന് തോന്നിയപ്പോൾ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ മോനെ കൊണ്ടുപോയി വിടുന്നതിൻ്റെ മുന്നേ ആയിട്ട് തിരുമ്പുന്ന പണി ഞാനങ്ങ് കഴിക്കും. തിരുമ്പലും കുളിയും കഴിഞ്ഞിട്ടാണ് അവനെ കൊണ്ടുവിട്ടിട്ട് വരിക. വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 5 മിനിറ്റിൻ്റെ അടുത്ത് നടക്കാനുണ്ടാവും. അത്രയും ദൂരേക്ക് കൊണ്ടുപോയാക്കണം. ബസ് വലിയ ബസ്സായതുകൊണ്ട് വീടിൻ്റെ അടുത്തേക്ക് വരില്ല. അപ്പോൾ അവിടെ കൊണ്ടുവിട്ട് ബസ് കയറ്റി വീട്ടിലെത്തുമ്പോഴേക്കും ഒരു 9:30 കഴിയും. ചിലപ്പോൾ 9:30 ആകുമ്പോഴേക്കും വീട്ടിലെത്തും. ചില സമയത്ത് ബസ് വരുന്ന ടൈമിനനുസരിച്ചാണ്. ബസ് ബ്ലോക്കോ അങ്ങനെ കാര്യമൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ബ്ലോക്കൊക്കെ ആകുമ്പോൾ ലേറ്റാവും. അപ്പോൾ 9:30 ആയിട്ട് വീട്ടിലെത്തിയതിന് ശേഷം അലക്കി വെച്ച തുണികളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ആറിയിടണം. അപ്പോൾ ആദ്യം തന്നെ ആ പരിപാടി കഴിക്കുകയാണ്. ചായ കുടിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആദ്യം ഇപ്പോൾ വെയിലിന് ചെറിയൊരു ഇതൊക്കെ ഉണ്ടല്ലോ, ഇടയ്ക്കൊരു മഴ മൂടലും ഒക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം തിരുമ്പിയതൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ടിട്ട് വരാം, അതിന് ശേഷമൊക്കെ ആവാം ചായ കുടിയെന്ന്. അങ്ങനെ തിരക്കിട്ട് തിരുമ്പി ഒലുമ്പി വയ്ക്കുന്നതുകൊണ്ട് ഒലുമ്പി വെച്ചതിൽ നന്നായിട്ട് വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് മുറുക്കി പിഴിഞ്ഞ്, കല്ലിൽ തന്നെയാണല്ലോ തിരുമ്പുക. അപ്പോൾ മെഷീനിലാണെങ്കിൽ പിന്നെ നമുക്ക് ഈ പിഴിയുന്ന പണിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് നിറയെ വെള്ളമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പിഴിഞ്ഞ് ഒഴിവാക്കിയിട്ട് മുകളിൽ ടെറസിൻ്റെ മുകളിലാണ് കൊണ്ടുപോയിടുക. താഴെ അയലുണ്ട്, പക്ഷേങ്കിലും താഴെ ഇട്ടാൽ അത്ര പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല. അപ്പോൾ അതങ്ങനെ മുകളിൽ കൊണ്ടുപോയിട്ടാൽ പിന്നെ മക്കളുടെ ഡ്രസ്സുകളൊക്കെ പെട്ടെന്നൊന്ന് ഉണങ്ങി കിട്ടും. കൂട്ടത്തിൽ എൻ്റെ മുളക് കൂടി ഉണ്ട് ഉണക്കാൻ. 2 ദിവസമായി ഞാൻ ഇതും കൊണ്ട് നടക്കുന്നു. നമ്മൾ കടയിൽ നിന്ന് പൊടി വാങ്ങുമ്പോൾ എങ്ങനെയുള്ള പൊടിയാണ് കിട്ടുകയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഞങ്ങൾ തീരെ ഒരു പൊടികളും പീടികയിൽ നിന്ന് അങ്ങനെ പാക്കറ്റ് പൊടികൾ വാങ്ങിക്കാറില്ല. ഒക്കെ വീട്ടിൽ തന്നെ കഴുകി ഉണക്കിയിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ പീടികയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങിയൊന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ അങ്ങനെ ചെയ്യാനേ നിവൃത്തിയുള്ളൂ എങ്കിൽ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഇപ്പോൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കഴുകി ഉണക്കാനൊന്നും ടൈം കിട്ടില്ലല്ലോ. അങ്ങനെയുള്ളവരൊക്കെ പിന്നെ അത് വാങ്ങി കഴിക്കുകയല്ലാതെ നിവൃത്തിയില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സ്ത്രീകളാകുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തന്നെ കഴുകി ഉണക്കാമല്ലോ. അപ്പോൾ കുറച്ച് മുന്നേ പണ്ടൊന്നും നമ്മളിങ്ങനെ മുളകൊന്നും കഴുകി ഉണക്കാറൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നീട് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് തോന്നിയത് ഈ മുളകൊക്കെ എവിടേക്കോ ഇട്ട് ആളുകൾ ചവിട്ടി കൂട്ടി എലികളും അതും ഇതൊക്കെ ഗോഡൗണിലൊക്കെ കൊണ്ടുപോയിടുമ്പോൾ എലികളൊക്കെ കയറിയിട്ടുണ്ടോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുതർന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ വെള്ളമൊഴിച്ച് കഴുകി എടുത്തതാണ്. എന്നാലും തന്നെ ഇത് നന്നായിട്ട് വെയിലുണ്ടെങ്കിലുള്ളൂ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടുക. അപ്പം ഞാൻ ഈ മുളക് കഴുകിയതും മഴമൂടലും മഴയൊക്കെ അതിൻ്റെ പിന്നാലെ തന്നെ വന്ന്, അപ്പം ഞാൻ അത് 2 ദിവസമായി കൊണ്ടു കിടക്കുന്നു. അപ്പോൾ ഇന്നത്തെ വെയിൽ കൂടി കൊണ്ടാൽ പൊടിക്കാനുള്ള പാകത്തിനായി കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിട്ടതിന് ശേഷം തിരുമ്പിയതൊക്കെ ഇടുകയാണ്. അപ്പോൾ തിരുമ്പിയത് കയ്യിലെടുത്തതിന് ശേഷമാണ് എനിക്ക് തോന്നിയത് നല്ല എരിവുള്ള മുളകാണ്. കഴുകിയ സമയത്ത് കയ്യുടെ മുട്ടിൻ്റെ താഴോട്ടേക്ക് വെള്ളത്തിൽ ഇങ്ങനെ കൈയിട്ട് മുളക് വാരിയപ്പോൾ എനിക്ക് നന്നായിട്ട് കൈ എരിയുന്നുണ്ടായിരുന്നു. അപ്പം മോൻ്റെ യൂണിഫോമൊക്കെയാണ് ആദ്യം തന്നെ എടുത്തത്. അപ്പോൾ ഇനി അവന് പുകയേണ്ട സ്കൂളിലെത്തി കഴിഞ്ഞിട്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ടെറസിൻ്റെ മുകളിൽ തന്നെ ഒരു പൈപ്പുണ്ട്. നമ്മൾ മുകളിൽ ചെടിയും ഒക്കെ വെച്ചിരുന്ന സമയത്ത് നനയ്ക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ അവിടുന്ന് കൈയൊക്കെ ഒന്ന് കഴുകി വന്ന് തിരുമ്പിയതൊക്കെ വിരിച്ചിടുകയാണ്. ഈ തിരുമ്പിയതൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞിട്ട് വേണം, മുകളിൽ ഒരു റൂമുണ്ട്. ആ റൂം
ഒന്ന് അടിച്ച് തുടയ്ക്കാൻ. അപ്പോൾ ഡെയിലി അങ്ങനെ അടിച്ചു വാരി തുടയ്ക്കാറൊന്നുമില്ല. മക്കൾ രണ്ടാളും കിടക്കുന്ന റൂമാണ്. അപ്പോൾ അത് ഇടയ്ക്ക് മോൻ തന്നെ തുടയ്ക്കും. ചില സമയം അവർ തുടയ്ക്കും, ചിലപ്പം തുടയ്ക്കില്ല, അടിച്ചു വാരി മാത്രമേ ഇടൂ. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് തോന്നുമ്പോൾ ഞാൻ മുകളിലേക്ക് കയറുമ്പോൾ ഒന്നരാടൻ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഞാൻ കയറുക. അപ്പോൾ ഞാൻ ഒന്ന് തുടച്ചിടും. അവർ ക്ലീനാക്കിയാലും നമുക്കൊരു തൃപ്തിയാവില്ലല്ലോ. പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് തന്നെ വേറൊരു റൂം കൂടി ഉണ്ട്. അത് മുഴുവൻ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, വെറുതെ ഇങ്ങനെ പടവ് ചെയ്ത് ഷീറ്റിട്ട് വെച്ചതാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മളെ ഉപയോഗിക്കാത്ത പഴയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അതൊരു ഗോഡൗൺ പോലെ ഉണ്ട്, അലവില സാധനങ്ങളെല്ലാം കൂടെ കൊണ്ടുപോയിട്ടിട്ട്. അപ്പോൾ ഇതിങ്ങനെ വിരിച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ട് വേണം അതൊന്ന് ഈ റൂമൊന്ന് അടിച്ചു വാരി തുടയ്ക്കാൻ. അതും കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. സ്കൂളുകാരനെ സ്കൂൾ ബസ് കയറ്റി വന്നതിന് ശേഷം ചായയൊക്കെ കുടിച്ചിട്ട് ഈ പണിയൊക്കെ എടുത്താൽ മതി. പക്ഷേ ഇത് തിരുമ്പിയതും മുളകൊക്കെ ഉണങ്ങി കിട്ടൂലേ എന്നുള്ളൊരു ടെൻഷനുണ്ട്. ആദ്യം അങ്ങ് കഴിക്കും. അപ്പോൾ അത് കഴിക്കാൻ നിൽക്കുമ്പോൾ ചായ കുടിക്കാൻ ലേറ്റാവും. അങ്ങനെ ഒരു സ്വഭാവമുണ്ട് എൻ്റെ അടുത്ത്. നമുക്ക് വീട്ടിൽ ആരുമില്ല, നമ്മൾ തന്നെയുള്ളൂ. എന്താ ചെയ്യാഞ്ഞത്, എന്താ ലേറ്റായതെന്നൊന്നും ചോദിക്കാൻ ആരുമില്ല. എന്നാലും നമുക്കൊരു മനസ്സിനൊരു തൃപ്തി ഉണ്ടാവില്ല ഇതൊക്കെ ഇവിടെ ഇട്ടിട്ട് ഭക്ഷണം കഴിക്കാനിരുന്നാൽ. അപ്പോൾ അതാദ്യം കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കും. അത് ഒരു കണക്കിന് നമുക്ക് ശരീരത്തിന് കേടുമാണ്, ആ ടൈമിന് നേരം തെറ്റി ഭക്ഷണം കഴിക്കുന്നതൊക്കെ. അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് ആദ്യം സഹിച്ചതാണ്. ഇപ്പം പിന്നെ അതിനോട് അങ്ങ് യോജിച്ച് ഇപ്പം അത്ര പ്രശ്നമൊന്നുമില്ല. ആദ്യം എനിക്ക് വയറെരിച്ചിൽ അങ്ങനത്തെ കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടാവുമായിരുന്നു. ചില സമയം ഞാൻ നേരത്തെ കഴിക്കും, ചില സമയം ഇങ്ങനെയാണ് ആ പണി കഴിയട്ടെ എന്നിട്ട് കഴിക്കാമെന്ന് വെച്ചിരിക്കും. അപ്പോൾ ഈ റൂം ഒരു കട്ടിലും കിടക്കയുണ്ട്. എന്നാലും മൂത്ത ആൾ താഴെ ഒരു ബെഡുണ്ട്, അത് ഇട്ടിട്ടാണ് കിടക്കുക. രണ്ടാമത്തെ മോൻ മാത്രമാണ് കട്ടിലിൻ്റെ മുകളിൽ കിടക്കുക. മൂത്ത ആൾക്ക് ഒറ്റയ്ക്ക് കിടന്ന് ശീലമായതുകൊണ്ട് തന്നെ ഈ കട്ടിലിൽ മറ്റയാളെ കൂടെ കിടക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ടാവും. അതുകൊണ്ട് അയാൾ താഴെ ഒരു പായ വിരിച്ചിട്ട് അതിൽ ചെറിയൊരു ബെഡുണ്ട്, അതിട്ടിട്ടാണ് കിടക്കുക. അപ്പോൾ ഞാനത് സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് അതിൻ്റെ അപ്പുറത്തെ കൂടെയൊക്കെയാണ് അടിച്ചു വാരി തുടയ്ക്കുന്നത്. വീട് പണി നടക്കണ സമയത്ത് ഇങ്ങനെ മുകളിലേക്ക് റൂം എടുക്കണം എന്നൊന്നും വിചാരിച്ചല്ല, താഴെ മാത്രം പണി തീർക്കുകയുള്ളൂ എന്നാണ് വിചാരിച്ചിരുന്നത്. ആ സമയത്താണ് അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു ഊരവേദനയൊക്കെ വന്ന് തീരെ സുഖമില്ലാതെയൊക്കെ ആയപ്പോൾ അച്ഛനും അമ്മയും അനിയനും ഞങ്ങളുടെ കൂടെ ഇങ്ങോട്ടേക്ക് താമസം മാറി. അവർ വരുന്നില്ല, തറവാട്ടിൽ തന്നെ നിൽക്കുകയാണെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ ഞങ്ങൾ അമ്മയ്ക്കും സുഖമില്ലാത്തതല്ലേ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ ഞങ്ങളുടെ കൂടെ ഇങ്ങോട്ടേക്ക് താമസം മാറാൻ തയ്യാറായപ്പോൾ താഴെ 2 റൂമേ ഉള്ളൂ. അപ്പോൾ മുകളിലേക്ക് ഒരു റൂം കൂടി എടുത്തതാണ്. അത് ടൈലാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്ര അടിച്ചു വാരിയാലും ടൈല് ഒരു വൃത്തിയാവാത്ത പോലെയാണ്. തുടയ്ക്കുമ്പോൾ നമ്മളെ മുടിയുടെ ഇഴയൊക്കെ ഉണ്ടെങ്കിലൊക്കെ വ്യക്തമായിട്ട് അറിയുകയും ചെയ്യും. തുടയ്ക്കുമ്പോൾ ആ നനവിൽ അതിങ്ങോട്ട് പോരുകയില്ല നമ്മളെ കൂടെ. അപ്പോൾ അവിടെ അടിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ താഴെ വന്ന് ചോറിന് അരിയൊക്കെ ഇട്ടതിന് ശേഷമാണ് ചായ കുടിക്കാനിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ചായ ലേശം ചൂടിൽ വേണം, ഓവർ ചൂടിൽ കുടിക്കാനും പറ്റില്ല, എന്നാൽ ചെറിയ ചൂടും വേണം. അപ്പം നമ്മൾ പുലർച്ചയ്ക്ക് ഉണ്ടാക്കി വെക്കുന്ന ചായയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ പോവുകയാണ്. അപ്പം ഞാനൊരാളെ കാണിച്ചു തരാം. ഇത് രണ്ടാമത്തെ മോനാണ്. അയാൾ മുകളിലാണ് കിടക്കുക. അപ്പോൾ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ, സ്കൂളിൽ പോകാത്തന്നൊക്കെ വിളിച്ചാലും എണീക്കില്ല. അപ്പോൾ ഏട്ടൻ മുകളിൽ ഫോട്ടോയ്ക്ക് വിളക്ക് കത്തിക്കാൻ വേണ്ടി പോകുമ്പോൾ ആളെ വിളിച്ച് താഴത്തിറക്കും. അല്ലെങ്കിൽ അവന് 12 മണിയായാലും വിളിച്ചാലും എണീക്കില്ല. അത് എനിക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ വിളിച്ച് താഴത്തിറക്കിയാൽ ഒന്നുകിൽ ഞങ്ങൾ കിടക്കുന്ന റൂമിൽ, അല്ലെങ്കിൽ ഇതേപോലെ സോഫയിൽ എവിടെയെങ്കിലും വന്നിട്ട് നന്നായിട്ട് കിടന്നുറങ്ങും. ആൾക്ക് കാലിന് ചെറിയൊരു പരുക്കുണ്ട്. ഫുട്ബോൾ കളിക്കാൻ പോയപ്പോൾ വേറൊരു കുട്ടിയുടെ കാല് കൊണ്ടതാണ്.
അപ്പോൾ അത് കുറച്ച് വീക്കൊക്കെ ഉണ്ട്. അപ്പോൾ കാല് ഹസ്ബൻഡിൻ്റെ അച്ഛനെ കൊണ്ട് 2 നേരം ഒഴിച്ചിട്ടുണ്ടായിരുന്നു തൈലിട്ടിട്ട്. എന്നിട്ടും കുറവൊന്നുമില്ല, ചെറുതായിട്ട് കാലിൻ്റെ അടിക്കൊക്കെ വീക്കമുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു നീര് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കുക മരുന്നൊക്കെ വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്കൂൾ ലീവാക്കിയതാണ്. നടക്കാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ അടുത്തേക്ക് വിടണം കാലൊന്ന് കെട്ടിക്കാൻ വേണ്ടിയിട്ട്. ഉറങ്ങുന്ന ആളെ ഉറക്കത്തുനിന്ന് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കുത്തി പൊക്കി എണീപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളം കോരി തരാൻ വേണ്ടിയിട്ട്, അടുക്കളയിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഇവിടെ പണ്ടേ ഞങ്ങളിവിടെ താമസിച്ച സമയത്തെ പീരീഡ്സ് ആവുന്ന സമയത്ത് ഒരു 4 ദിവസമല്ല 3 ദിവസം ഞങ്ങൾ കിണർ തൊടൂല. 4-ാമത്തെ ദിവസം 4-ന്ന് കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിണറിന്ന് വെള്ളം കോരാം. അങ്ങനെ ഒരു 3 ദിവസം ആ ചിട്ട നോക്കാറുണ്ട്. അപ്പോൾ പീരീഡ്സ് ആയതുകൊണ്ട് മോനെ കൊണ്ട് വെള്ളം കോരിച്ചതാണ്. അപ്പോൾ അവനെ എണീക്കുകയും ചെയ്തോളൂ, മറ്റേ എണീക്കൂല. അങ്ങനെ ഞാൻ വിളിക്കുക എന്നല്ലാതെ അവിടെ തന്നെ കിടക്കും. അപ്പോൾ എനിക്ക് വെള്ളം കോരി തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ എണീറ്റ് വന്ന് വെള്ളമൊക്കെ ഒന്ന് കോരി തന്നിട്ടുണ്ട്. അപ്പോൾ പീരീഡ്സിൻ്റെ സമയത്ത് നമ്മൾ റെസ്റ്റ് എടുക്കണം എന്നാണ് പറയുക. അപ്പോൾ എനിക്ക് ഇന്നേക്ക് 3 ദിവസമായിട്ടുണ്ട്. അപ്പോൾ അടുപ്പിൻ്റെ ചുവട്ടിൽ വിറകൊക്കെ തീർന്നിട്ടുണ്ട്. കുറച്ച് വിറകൊക്കെ അതിൻ്റെ ഉള്ളിൽ ശേഖരിച്ച് വെക്കണം, അല്ലെങ്കിൽ നാളെ ഞാൻ സുയിപ്പാവും രാവിലെ അടുപ്പിൽ തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പീരീഡ്സ് നോക്കി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ സാധാരണ എല്ലാ മാസങ്ങളിലും അധിക മാസവും പീരീഡ്സ് ആകുമ്പോൾ നല്ല ഊരവേദനയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ മാസം അത്രയ്ക്ക് അങ്ങോട്ട് സ്ട്രോങ് ഇല്ല ഊരവേദനയൊന്നും. അതുകൊണ്ട് കുറച്ച് വിറകൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അടുപ്പിൻ്റെ നോക്കുമ്പോൾ ആകെ കുറച്ചൊരു 5-6 കൊള്ളി വിറകേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ എടുത്ത് അതിൻ്റെ ചുവട്ടിലൊക്കെ ഒന്ന് നന്നായിട്ട് അടിച്ചു വാരി വൃത്തിയാക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു വെള്ള ചുരിദാറാണ്. അപ്പോൾ എൻ്റെ ഡ്രസ്സിൽ അങ്ങനെ വല്ലാണ്ട് മുഷിഞ്ഞ് നാശാവാറൊന്നുമില്ല. എന്നാൽ ഈ വിറകിൻ്റെ പണിയൊക്കെ എടുക്കുന്നതുകൊണ്ട് വൃത്തികേടാവണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഒരു തിരുമ്പി ഒലുമ്പി വെച്ച നല്ലൊരു ചവിട്ടി ഉണ്ടായിരുന്നു. അത് കൊണ്ടുവന്ന് വിരിച്ചിട്ട് അതിൽ മുട്ടുകുത്തി ഇരുന്നിട്ടാണ് വിറകിൻ്റെ ഓട്ടയൊക്കെ വൃത്തിയാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ പേപ്പറുകളൊക്കെ എന്ത് വേസ്റ്റ് പേപ്പർ കിട്ടിയാലും അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടുള്ളൂ തീ പിടിപ്പിക്കുമ്പോൾ ഉപകാരമല്ലേ വെച്ചിട്ട് അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് പേപ്പറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് അതിൻ്റെ ഉള്ളിലെ പൊടികളൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് വീണ്ടും അതിൻ്റെ ഉള്ളിൽ ഞാനൊരു 2 ചാക്ക് വിരിച്ചിടും. എന്നാൽ നമ്മൾ നിലത്ത് ഓവർ വേസ്റ്റൊന്നും ആവില്ല പൊടികളൊന്നും. അപ്പോൾ ആ ചാക്ക് ഇങ്ങെടുത്ത് അതിലത്തെ പൊടി തട്ടിയാൽ മതി. അപ്പം ഞാനതൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി വിരിച്ച് വെക്കുകയാണ്. വിറക് ചീന്തിയിട്ട് വേണം. അപ്പോൾ അതിന് പുറത്തേക്ക് ഇറങ്ങാൻ ഇപ്പം കഴിയൂല. അടുപ്പത്ത് ചോറിന് അരി ഇട്ടിട്ടുണ്ട്, അത് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ വെന്ത് പോവും. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി കളിക്കുന്ന ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വിറകിൻ്റെ പണിയിലേക്ക് ഇറങ്ങാമെന്ന്. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ഈ ചോറ് വരുന്നത് വരെ ഇങ്ങനെ ചുമ്മാ നിൽക്കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് അവിടെ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റിയ പണിയാണല്ലോ. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി വെക്കുകയാണ്. അങ്ങനെ നമ്മളെ വിറക് ശേഖരിച്ച് വെക്കാനുള്ള സ്ഥലമൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി ഒതുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് വിരിച്ചിട്ടിരുന്ന വിരി മടക്കി എടുത്ത് വെക്കുകയാണ്. അവിടെ ആദ്യം കാല് തുടയ്ക്കാൻ വേണ്ടി ഇട്ട ഒരു ചവിട്ടി ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഡ്രസ്സിൽ ചളിയാവാതിരിക്കാൻ വേണ്ടിയിട്ട് വിരിച്ചിട്ടതായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് മടക്കി വെച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കുകയാണ്. ഇനി വിറക് കൊണ്ടുപോയി ഇട്ടാൽ വീണ്ടും പൊടിയാവും. അപ്പോൾ ഒന്നുകൂടി വൃത്തിയാക്കണം. അപ്പോൾ തുടയ്ക്കുന്ന പണി കഴിഞ്ഞിട്ടില്ല, തിരുമ്പൽ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു തുടയ്ക്കുന്ന പണി ചെയ്യുന്നതിൻ്റെ മുന്നേ ഈ വിറകൊക്കെ ശേഖരിച്ച് വെക്കലൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് വൃത്തികേടാവുമല്ലോ നമ്മൾ വിറകൊക്കെ കൊണ്ടിടുമ്പോൾ. പിന്നെ തുടച്ച് വൃത്തിയാക്കുമ്പോൾ ഒരുമിച്ച് അങ്ങോട്ട് നന്നായി വൃത്തിയാക്കിയാൽ മതിയല്ലോ. മറ്റേ നമ്മൾ തുടച്ച് വൃത്തിയാക്കിയിട്ട് അപ്പോൾ തന്നെ ഈ വിറകിൻ്റെ പണിയൊക്കെ എടുക്കുമ്പോൾ വീണ്ടും അവിടെ വൃത്തികേടാവുകയല്ലേ. അപ്പോൾ അങ്ങനെ ഈ വിറകിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു പണി.
എൻ്റെ ഈ പണിയൊക്കെ കഴിയുമ്പോഴേക്കും മോന് കാലുകെട്ട് ഞൊണ്ടി വന്ന് അടുക്കളയിൽ വന്ന് ഇരിക്കുന്നുണ്ട്. അച്ഛൻ കെട്ടിക്കൊടുത്ത കെട്ടൊക്കെ ലൂസായിട്ടുണ്ട്. ഇത് ഇനിയിപ്പോൾ നടക്കുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടാണ് അമ്മേ, ഇത് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു വീണ്ടും ഇപ്പം ഇന്ന് പിന്നെയും പോയിട്ട് ഒന്നുകൂടി കെട്ടണം. അപ്പോൾ ഞാൻ പറഞ്ഞു കുളിക്കുന്നതിൻ്റെ മുന്നേ കെട്ടാൻ കഴിച്ചിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയാൽ മതിയല്ലോ. കാലിൻ്റെ മുകളിലൊക്കെ മരുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകോ, എന്നിട്ട് ഒന്നുകൂടെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് കാല് കെട്ടാന്ന് പറഞ്ഞിട്ട് ആ തുണിയൊക്കെ ഞങ്ങൾ കത്രിക വെച്ച് വെട്ടി അയച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു തവണ ഇന്നലെ വൈകുന്നേരം പോയി കെട്ടിയതാണ്. ആ കെട്ടിയതിന് മാത്രം കാലിന് വീക്കത്തിന് മാറ്റം തോന്നുന്നുണ്ട്. നീര് വലിഞ്ഞു പോകാനുള്ള മരുന്നൊക്കെ വെച്ചിട്ടാണ് കെട്ടിക്കൊടുക്കുക. അപ്പോൾ അച്ഛൻ പണ്ടത്തെ കളരിയാണ്. അച്ഛൻ കളരിയൊക്കെ പഠിക്കാനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാലിന് ഫുട്ബോൾ തട്ടിയിട്ട് അങ്ങനെയൊക്കെ ഉളുക്കിപ്പോയാൽ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വേദനകളും പരുക്കൊക്കെ ആണെങ്കിൽ അച്ഛൻ തന്നെ ഒഴിഞ്ഞ് റെഡിയാക്കി എടുക്കും. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ ഇവിടെ അങ്ങനെ ആരും വരാറില്ല. ഒളവണ്ണയിൽ ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന വീട്ടിലാവുമ്പോൾ അവിടെ അടുത്തുള്ളവരൊക്കെ ഇതേപോലെ കുട്ടികളൊക്കെ വരുമായിരുന്നു. കാലിനൊക്കെ പരുക്ക് പറ്റിയാൽ വലിയ ആണുങ്ങളും ഒക്കെ വരും. അവർ വരുമ്പോൾ കുഴമ്പും ഒക്കെ കൊണ്ടുവരും അച്ഛനെ കൊണ്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ ഫാമിലിയിൽ തന്നെ അങ്ങനെ ഒഴിഞ്ഞ് കിട്ടുന്ന ഒരാളുണ്ടാവുമ്പോൾ നമ്മൾ പുറത്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് അച്ഛനും തോന്നും ഞാൻ ചെയ്തിട്ട് ശരിയാവൂലേ എന്നുള്ളത് കൊണ്ടാണോ എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛനെ കൊണ്ട് തന്നെയാണ് ചെയ്യിക്കുന്നത്. അപ്പം ഞാൻ അടുക്കളയിൽ ചോറ് വെന്തിട്ടില്ല. അതിൻ്റെ മുന്നേ ആയിട്ട് വന്നിട്ട് ചീന്താനുള്ള വിറകൊക്കെ ഒന്ന് എടുത്ത് പുറത്തേക്കിട്ട് സെറ്റാക്കി വെക്കുകയാണ്. ചീന്താൻ ഇപ്പം നിൽക്കില്ല. അപ്പോഴേക്കും അടുക്കളയിൽ കുറച്ചുകൂടെ പണിയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങ് അട്ടിയിട്ടയിൽ നിന്ന് എനിക്ക് ചീന്താൻ പറ്റിയ കഷ്ണങ്ങൾ നോക്കിയിട്ട് പുറത്തേക്ക് എടുത്തിടുകയാണ്. ഏട്ടൻ ചീന്തി തരും കേട്ടോ വിറക്. ഏട്ടനും അറിയില്ല. ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആകെ ഒരു പ്രാവശ്യം ഞാൻ ഏട്ടൻ വിറക് ചീന്തുന്നത് കണ്ടിട്ടുള്ളൂ. ഏട്ടന് വലിയൊരു പിടുത്തമില്ല വിറക് ചീന്തുക, എങ്ങനെയാണ് ചീന്തുക എന്നുള്ളത്. അപ്പോൾ അന്നൊരിക്കൽ ചെയ്യുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ. ആയിരുന്നു വിറക് ചീന്തുക. അമ്മയ്ക്ക് വയ്യാണ്ടായപ്പോൾ അനിയനാണ് അധികവും അമ്മ തന്നെയാണ് ചെയ്യാറ്. അതിൻ്റെ ഇടയിലൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ അനിയനെ കൊണ്ട് ചെയ്യിക്കും. പിന്നെ അമ്മയ്ക്ക് തീരെ വയ്യാതെ ആയപ്പോൾ, തീരെ വിറകൊന്നും ചീന്താൻ വയ്യാതെ ആയപ്പോൾ അനിയൻ തന്നെയാണ് വിറക് ചീന്താറ്. ഞങ്ങൾ ഇങ്ങോട്ട് ഈ വീട്ടിലേക്ക് താമസം മാറിയതിന് ശേഷം ഇങ്ങനെ ചീന്താനുള്ള വിറകൊന്നും അധികം ഉണ്ടാവാറില്ല. കമ്പനി വിറക് വാങ്ങിക്കുന്നതുകൊണ്ട് അത് അങ്ങനെ ചീന്തേണ്ട ആവശ്യം വരില്ല. നമുക്ക് അങ്ങനെ തന്നെ കത്തിക്കാൻ പറ്റുന്ന വിറകാണ് വാങ്ങിക്കാറ്. ഇതിപ്പോൾ ഏട്ടൻ്റെ പണി സൈറ്റിൽ നിന്ന് നമ്മൾ മുട്ടും പലകയും എന്നൊക്കെ പറയുമല്ലോ, സെൻട്രിങ്ങിൻ്റെയൊക്കെ പലകകളുണ്ടല്ലോ, അത് കൊണ്ടുവന്നതാണ്. കുറച്ച് തോന ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ഞങ്ങൾ കത്തിച്ച് തീർന്നതാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നത് കൊണ്ട് നമ്മൾ പൈസയൊന്നും കൊടുക്കാതെ കിട്ടുന്ന വിറകാണ്. നമ്മളിതിന് പൈസയൊന്നും കൊടുക്കണ്ട. അപ്പോൾ അങ്ങനെ കിട്ടിയത് കൊണ്ട് അത് കൊണ്ടുവന്നു. അപ്പോൾ ചീന്താനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. വിറകൊക്കെ എടുത്തിട്ട് വന്നപ്പോഴേക്കും എൻ്റെ ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ ചോറ് വെന്ത് അത് വാർത്ത് വെക്കുകയാണ്. അതിന് ശേഷം പുട്ടിന് പൊടിച്ച അരിയുണ്ട് കുറച്ച്. അപ്പോൾ അതുകൂടി ഒന്ന് ചൂടാക്കി വെക്കണം. അല്ലെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കും ചൂടാക്കിയാലും. എന്നാലും ചൂടാക്കാതെ വെച്ചാൽ പുട്ട് ചുടുമ്പോൾ നമുക്ക് പൊടി വേഗം ചീത്തയായി പോവും വറുത്തിട്ടില്ലെങ്കിൽ. അപ്പോൾ അതൊന്ന് വറുത്ത് വെക്കുകയാണ്. ഞാൻ ഈ ഇട്ടിരിക്കുന്ന ചുരിദാർ ഞാൻ തന്നെ തയ്ച്ചതാണ് കേട്ടോ. കല്യാണം ഉറച്ച സമയത്ത് ഏട്ടൻ എന്നെ വന്ന് കണ്ട്, കല്യാണം ഉറച്ച സമയത്ത് ആദ്യമായിട്ട് ഓണത്തിന് വിഷുവിന് കേട്ടോ എനിക്ക് വാങ്ങിച്ചു തന്നൊരു ചുരിദാറുണ്ടായിരുന്നു. അതൊരു വൈറ്റായിരുന്നു. ആ വൈറ്റ് ചുരിദാറിൻ്റെ ഷോളാണിത്. ചുരിദാറൊക്കെ ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് ഉപയോഗിച്ചതിന് ശേഷമാണ് ഒഴിവാക്കിയത്. അപ്പോൾ ഷോള് നല്ല വീതിയും വലിപ്പമൊക്കെ ഉള്ള നല്ല വൈറ്റ് ഷോളായപ്പോൾ ഒഴിവാക്കാൻ തോന്നാതെ അങ്ങനെ വെച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നി അതിനൊരു വൈറ്റ് തുണി ലൈനിങ്ങും ഇട്ടിട്ട് അങ്ങനെ ചുരിദാർ അടിക്കുകയെന്ന്. അങ്ങനെ ഞാൻ തന്നെ ചുരിദാർ തയ്ച്ച് ഫ്രണ്ടിൽ നെക്കിൽ
കുറച്ച് എംബ്രോയ്ഡറി വർക്കും ഞാൻ തന്നെ ചെയ്ത് കൊടുത്തതാണ്. വീട്ടിൽ നിന്നൊക്കെ ഇടാമല്ലോ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്താൽ. അപ്പോൾ ഒരുപാട് ഷോളൊക്കെ ഉണ്ടാവും നമ്മളെ കയ്യിൽ വീതിയും വലിപ്പമുള്ള. അപ്പോൾ ചെറുതായിട്ടൊക്കെ തയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ ഒന്ന് തയ്ച്ച് നോക്കുക. നമുക്ക് എന്ത് കുഴപ്പമുണ്ടെങ്കിലും നമ്മളടിച്ചതാകുമ്പോൾ നമ്മൾ സഹിക്കുമല്ലോ. അപ്പോൾ ഇതിന് എനിക്ക് കഴുത്തിന് ചെറിയൊരു കുഴപ്പം പോലെ തോന്നും. അതാണ് ഇങ്ങനെ വലിച്ച് വലിച്ച് കളിക്കുന്നത്. കഴുത്ത് ഇങ്ങനെ മലർന്നു പോയ പോലെ, വല്ലാണ്ട് ഓവറൊന്നുമില്ല, എന്നാലും ചെറുതായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ തയ്ച്ചൊരു ചുരിദാറാണ് ഇട്ടത്. ഇത് ഞാൻ അന്ന് ചുരിദാറിൻ്റെ കളക്ഷനൊക്കെ കാണിച്ച കൂട്ടത്തിൽ വീട്ടിൽ നിന്ന് വരുന്ന ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അടുക്കളയിൽ ചോറ് വെന്ത് ഊറ്റി വെച്ച് പൊടിയും വറുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് വിറക് ചീന്തുന്ന പണിയിലേക്ക് കിടക്കാം. വിറക് ചീന്തി അടുക്കളയിൽ കൊണ്ടുപോയി സെറ്റാക്കിയിട്ട് വേണം അടുക്കളയൊക്കെ തുടയ്ക്കാനും വീട് മൊത്തം അടിച്ചു വാരി തുടയ്ക്കാൻ. എനിക്കും വിറക് ചീന്താനൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ അങ്ങനെ ചീന്തി നോക്കിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പണ്ടുള്ള ആൾക്കാർ പറയല്ലോ, താങ്ങാൻ ആളുള്ളവർക്ക് തളർച്ച ഉണ്ടാവുമെന്ന്. അതേപോലെ ഇപ്പം താങ്ങാൻ ആളില്ല, അതുകൊണ്ട് തളർച്ചയില്ല. മറ്റ് നമുക്ക് വീട്ടിൽ അമ്മയോ അല്ലെങ്കിൽ അനിയനോ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു ചെയ്ത് തരാൻ. അപ്പോൾ അവർ ചെയ്ത് ഇരുന്നതുകൊണ്ട് ഞാൻ ഇതിനിറങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു. അവർ തന്നെയാണ് ചെയ്യാറ്. അമ്മയോ അനിയനോ ചെയ്യും. അല്ലെങ്കിൽ ഞങ്ങൾ കമ്പനി വിറക് വാങ്ങിക്കുമ്പോൾ അങ്ങനെ ചീന്താനൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ കൊടുവാൾ വെച്ചിട്ട് ഓലയുടെ മട്ടിലൊക്കെ ഇങ്ങനെ കൊത്തി മുറിച്ചൊക്കെ ഇടും. അങ്ങനെ കൊടുവാൾ വെച്ചിട്ട് വിറകുണ്ടാക്കാൻ അറിയാം. പക്ഷേ മഴ എടുത്തിട്ട് വിറക് ചീന്തി നോക്കിയിട്ടില്ല. അറിയൂല എന്നല്ല, ചീന്തി നോക്കിയിട്ടില്ലായിരുന്നു ഇതുവരെ. അപ്പോൾ ഇപ്പം നമ്മൾ ഏട്ടൻ ചെയ്ത് തരുന്നത് കാത്തിരിക്കുമ്പോഴേക്കും നമുക്ക് ഇതൊന്ന് അടുപ്പിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ടിട്ട് ചൂട് തട്ടിയാലേ ഉള്ളൂ നന്നായിട്ട് കത്തി കിട്ടുക. പിന്നെ ഇവിടെ മൂത്ത മോനും ചീന്തി തരും കേട്ടോ വിറക്. അവനും ചെറുതായിട്ടൊക്കെ അറിയാം. അവനെ കൊണ്ട് അമ്മ ചെയ്യിക്കുമായിരുന്നു, ഹസ്ബൻഡിൻ്റെ അമ്മ. ഇപ്പോൾ അടുത്ത കാലത്താണ് കേട്ടോ ചെയ്യിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അവനെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അവനും കുറച്ചൊക്കെ ചെയ്യും. അവൻ്റെ പ്രായത്തിൻ്റേതായ രീതിയിൽ അവൻ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ കയ്യിലൊരു മോതിരമുണ്ട്, കല്യാണ മോതിരം. അപ്പോൾ എനിക്ക് അതിനിങ്ങനെ ഇരുമ്പിൻ്റെ മഴുവാണ്, പിടിയൊക്കെ ഇരുമ്പാണ്. അപ്പോൾ അത് തട്ടുമ്പോൾ വേദനയാവുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അവിടെ ഊരി വെച്ചതാണ്. അപ്പോൾ ഊരി വയ്ക്കുമ്പോൾ എനിക്കൊരു പേടിയുണ്ട്, ഞാൻ എന്ത് സാധനം ഇവിടെ വെച്ചാലും മറന്നു പോവും എടുത്ത് വയ്ക്കാൻ. അപ്പം ഇതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് വന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, അമ്മൻ്റെ മോതിരം ഇവിടെ വെക്കുന്നുണ്ട്, എടുക്കാൻ ഓർമ്മിപ്പിക്കണം കേട്ടോ എന്ന് അവനെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വലിയ മോൻ വിറക് ചീന്തി തരും. അപ്പോൾ എന്നെയൊന്നും എൻ്റെ അമ്മ ചെറുപ്പത്തിലൊന്നും ഇങ്ങനെ വിറകൊന്നും ചീന്തിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ മോന് +1 ആണ് മൂത്താൾ. അപ്പോൾ അവൻ ഇങ്ങനെ വിറക് ചീന്തുമ്പോൾ എനിക്കൊരു വിഷമമാണ് അവനെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ. പിന്നെ ഞാൻ വിചാരിക്കും, മക്കളെ കൊണ്ട് നമ്മൾ ചെറുപ്പത്തിലേ ഓരോന്ന് ചെയ്യിച്ചാലല്ലേ ഉള്ളൂ അവർക്ക് കുറച്ച് വലുതാകുമ്പോൾ അത് ശീലം ഉണ്ടാവുള്ളൂ. മറ്റ് നമ്മളെ സഹായിക്കണം എന്നുള്ളൊരു മനസ്സൊന്നും അവർക്ക് അപ്പോൾ തോന്നൂല. നമ്മൾ ചെറുപ്പത്തിലേ ചെയ്ത് ശീലിച്ചാലല്ലേ പറ്റുള്ളൂ. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ വിറകെടുത്തിട്ടപ്പോൾ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനെ അമ്മ വിറകെടുത്തിട്ടുണ്ട്, അതൊന്ന് ചീന്തി കൊണ്ടാന്ന് പറഞ്ഞപ്പോൾ അത് അവന് കംപ്ലീറ്റ് ആയിട്ട് ചീന്തി തന്ന്. അപ്പോഴേക്കും അവൻ്റെ കൈ ഇരുമ്പിൻ്റെ പിടിയല്ലേ, അത് പിടിച്ചിട്ട് പൊക്കള ഇട്ടിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിന്നെ ഒരു വിഷമം അവനെ കൊണ്ട് ചെയ്യിക്കാൻ. പിന്നെ അവരെ രണ്ടാളെയും കാത്തു നിൽക്കാൻ എനിക്ക് ടൈമും ഇല്ല, അത്രയും വിറക് തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തന്നെ ചീന്താൻ ഇറങ്ങിയതാണ്. ഒരു കൊത്ത് വിറകിന് കൊള്ളുമ്പോൾ 2 കൊത്ത് നിലത്ത് കൊള്ളും. എന്നാലും നമ്മളെ കാര്യം നമ്മൾ സാധിച്ചെടുക്കുമല്ലോ എങ്ങനെയെങ്കിലും. വിറക് ചീന്താൻ ഇറങ്ങിയപ്പോൾ ഇപ്പോൾ ഈ തവണ ആദ്യമായിട്ടല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത്. 1-2 പ്രാവശ്യം ഞാൻ മുന്നേയും ചെയ്തിട്ടുണ്ട്. വിറക് ചീന്തി സെറ്റാക്കി കൊണ്ടുവയ്ക്കും. പിന്നെ ഇടയ്ക്ക് ഏട്ടൻ ചെയ്തു തരും, മോൻ ചെയ്തു തരും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എനിക്കിതിൽ നിന്നൊരു കാര്യം മനസ്സിലാകുന്നത് എന്താ വെച്ചാൽ, നമ്മളെല്ലാ സംഗതിയും എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്കൊന്നും പറ്റൂല. നമ്മൾ ഇതെനിക്ക് സാധിക്കുമായിരിക്കും, ചെയ്ത് നോക്കട്ടെ എന്നുള്ളൊരു മനസ്സോട് കൂടി നമ്മൾ ഇറങ്ങിയാൽ എല്ലാം സാധിക്കും. അപ്പോൾ നമ്മളുടെ മനസ്സാണ് പ്രധാനം. നമുക്ക് തോന്നുകയാണെന്നത് നമുക്ക് ചെയ്യാൻ കഴിയൂല എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും കഴിയൂല. നമ്മൾ ആ കഴിയൂല എന്നുള്ളൊരു മനസ്സോട് കൂടെ അങ്ങനെ ഇരിക്കും.
ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ തെറ്റുകുറ്റങ്ങളൊക്കെ പലതും ഉണ്ടാവും. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, ഒരു കൊത്ത് ഞാൻ വിറകിന് കൊത്തുമ്പോൾ 2 കൊത്ത് നിലത്താണ് കൊള്ളുക. എന്നാലും അതിങ്ങനെ പഠിച്ചു വരുന്നു, ഇപ്പോൾ എയിമായി തുടങ്ങി. അപ്പോൾ നമ്മൾ നിത്യാഭ്യാസി ആനയെടുക്കും, ഞാൻ പിന്നെ മുമ്പും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതേപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് നോക്കിയാൽ നമുക്കൊക്കെ പറ്റും. ഒരു തവണ ചെയ്ത് അത് പറ്റുന്നില്ല, അത് എന്നെക്കൊണ്ട് കഴിയുന്ന പണിയല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കിയിട്ടാൽ നമുക്ക് അത് സാധിക്കുകയില്ല. നമ്മൾ മറ്റൊരാളെ സഹായത്തിന് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കണം, അവർ ചെയ്തു തരട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും നമ്മളെ വിറക് ഇങ്ങനെ ചീന്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം കയ്യാറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടിട്ടില്ല, എന്താ വെച്ചാൽ പീരീഡ്സിൻ്റെ സമയമാണ്. അപ്പോൾ അത്യാവശ്യത്തിന് കുറച്ച് മാത്രമേ എടുത്തിട്ടിട്ടുള്ളൂ. ഊരവേദനയൊക്കെ അങ്ങോട്ട് ഇളകി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ മൊത്തം അവതാളത്തിലാവും. അതുകൊണ്ട് കുറച്ചേ എടുത്തിട്ടിട്ടുള്ളൂ വിറക്. അത് ചീന്തിയാൽ തന്നെ കുറേ ദിവസത്തേക്കുള്ളത് ഉണ്ടാവും. അപ്പോൾ അത് തീരുമ്പോഴേക്കും പിന്നെ ഏട്ടനെ കൊണ്ടിട്ടോ ചെയ്യിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചേ വിറക് എടുത്തിട്ടിട്ടുള്ളൂ. ഇപ്പോൾ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ കാണുന്ന നിങ്ങളിൽ പലർക്കും തോന്നും, ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടോ ഗ്യാസ് ഉപയോഗിച്ചാൽ പോരെ എന്നുള്ളത്. അപ്പോൾ നമ്മളിത് വിറക് പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന വിറകും അല്ല, ഇത് വെറുതെ കിട്ടുന്നതാണ്. പിന്നെ ഒരു സാധാരണ നാട്ടുമ്പുറത്തുകാരാകുമ്പോൾ വിറകടുപ്പൊക്കെ ഒരു ശീലമാണ്. എനിക്ക് പണ്ടേ വിറകടുപ്പ് കത്തിച്ച ശീലമാണ്. പിന്നെ നമ്മൾ ഗ്യാസ് വാങ്ങിക്കുക എന്ന് വെച്ചാൽ ഒരു ഗൃഹനാഥൻ മാത്രം ജോലിക്ക് പോകുന്ന ഒരു വീടാകുമ്പോൾ നമുക്ക് അതിൻ്റേതായ പരിമിതികളുണ്ട്. ഒരു കുടുംബം മൊത്തം ആ ഒരാൾ തന്നെയാണല്ലോ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ക്യാഷിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ നമ്മളെ ശരീരത്തിനൊരു ആയാസമുള്ള പണികളാണ് എന്നാണ്, നമ്മളെ പൈസൻ്റേതായ ബുദ്ധിമുട്ട് വേറെ, അതുള്ളതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ശരീരത്തിന് ഒരു ആയാസമുള്ള പണികളാണല്ലോ. ഇത് പക്ഷേ അത്യാവശ്യം ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ തന്നെ ഞാനും ഗ്യാസുമ്മേ തന്നെ വെച്ചെന്ന് വരും. എന്നാലും നമുക്ക് ഇപ്പോഴത്തെ നമ്മളെ സാഹചര്യം അതായതുകൊണ്ട് വിറക് തന്നെ ഉപയോഗിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നില്ല, കല്ലിൽ തന്നെ തിരുമ്പുക, വിറക് ചീന്തുക, ഇതൊക്കെ നമ്മളെ ശരീരത്തിന് ഒരു ആയാസമുള്ള പണി കൂടിയാണല്ലോ. ഇപ്പം ഞങ്ങൾ കുറച്ചായിട്ട് ഡെയിലി വൈകുന്നേരം അടുത്ത വീട്ടിലെ ഒരു ചേച്ചിയും ഞാനും നടക്കാൻ പോവും. അപ്പോൾ ആ ചേച്ചി നല്ല അവർ പറയും, നീ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിനക്ക് ഓറ് തടിയൊന്നുമില്ല, പക്ഷെ എൻ്റെ കൂടെ ഒരു കമ്പനിക്ക് നീ നടന്നോ, എനിക്കൊരു കാര്യമാവും, അവരാരും ഇല്ലാതെ ഒറ്റയ്ക്ക് നടക്കാൻ മടിയാവുമെന്ന് പറയും. അപ്പം ഞാൻ വിചാരിക്കും തടി കുറയാൻ എന്നല്ല, നമുക്ക് നടക്കുന്നത് ശരീരത്തിന് നല്ലതാണല്ലോ. അപ്പോൾ അവരൊരു കമ്പനിക്ക് കിട്ടുന്നത് കൊണ്ട് ഞാൻ അവരുടെ കൂടെ നടക്കാൻ പോവും. അപ്പോൾ അവരോട് ഞാൻ പറയും, ഞാൻ നിങ്ങളെ കൂടെ നടക്കാൻ വന്നിട്ടില്ലെങ്കിലും എൻ്റെ ശരീരത്തിന് ആയാസമുള്ള പണികളൊക്കെ ഞാൻ വീട്ടിലെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തടി കുറയണം എന്നുണ്ടെങ്കിൽ മടി കൂടാതെ എൻ്റെ കൂടെ വന്നോ എന്ന് പറയും. അവർ മടി കാട്ടിയാലും ഞാൻ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോകാറാണ് പതിവ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇപ്പം നമ്മൾ കാരണക്കാർ ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഇത്രയൊക്കെ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വിറക് ചീന്തലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഇതേപോലെ പെറുക്കി, പണികളൊക്കെ പെട്ടെന്ന് കഴിയണമല്ലോ, നമുക്ക് സാവധാനത്തിലൊന്നും കഴിഞ്ഞാൽ പോരാ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതേപോലെ ഒരു ചാക്ക് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ പെറുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. മറ്റേ നമ്മൾ ഒരു 5-6 കഷ്ണം അങ്ങനെ കൈ പിടിച്ച് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് ടൈം വേസ്റ്റ് ആവും. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ കുറേ കഷ്ണങ്ങൾ ഇങ്ങനെ ചാക്കിലേക്ക് പെറുക്കി വെച്ചാൽ മൊത്തത്തിൽ ഒരു 2 ട്രിപ്പൊക്കെ ആയിട്ട് ഇത് കൊണ്ടുപോയിട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ പെറുക്കി കഴിഞ്ഞിട്ട് നമുക്ക് അടുക്കളയിൽ കൊണ്ടുപോയിട്ടിട്ട് അടുപ്പിൻ്റെ ഓട്ടേൻ്റെ ഉള്ളിൽ സെറ്റാക്കണം. അമ്മ വിറക് ചീന്തുന്ന സമയത്ത് അമ്മ പറയുമായിരുന്നു, അടുപ്പിൻ്റെ ചോട്ടിൽ വിറക് സെറ്റാക്കാൻ നീ വെച്ചോ, നീ ആകുമ്പോൾ ഒതുക്കി കുറേ വിറക് കൊള്ളുന്ന രീതിയിൽ വെക്കൂ, അതുകൊണ്ട് ഞാനവിടെ അടുക്കളയിൽ കൊണ്ടിട്ട് തരാം, നീ അത് അതിൻ്റെ ഉള്ളിലേക്ക് സെറ്റാക്കിക്കോ എന്നായിരുന്നു പറയാറ്. അപ്പോൾ അതേപോലെ ഇപ്പോൾ കൊണ്ടുപോയിടലും ഞാൻ തന്നെ, സെറ്റാക്കലും ഞാൻ തന്നെ, ചീന്തുന്നതും ഞാൻ തന്നെ, എല്ലാം നമ്മൾ ഒറ്റയ്ക്കായി. അപ്പോൾ അങ്ങനെ വിറകൊക്കെ പെറുക്കി കഴിഞ്ഞിട്ടുണ്ട്, അതൊക്കെ കൊണ്ടുപോയിടുകയാണ്. അപ്പോൾ ഞാൻ നല്ല കാലത്തിന് മോതിരം എനിക്ക് ഓർമ്മ ഉണ്ടായിട്ടോ, മറ്റേ ഞാൻ അവിടെ ഇട്ടിട്ട് മറന്നു പോവും, ഇതെന്തോന്നറിയില്ല, എനിക്ക് ഓർമ്മ ഉണ്ടായതുകൊണ്ട് മോതിരമൊക്കെ എടുത്ത് കയ്യിൽ തന്നെ ഇട്ടു.
അങ്ങനെ നമ്മൾ ആയുധമൊക്കെ കൊണ്ടുവച്ച് വിറക് ചീന്തി കഴിഞ്ഞ് ആയുധങ്ങളൊക്കെ അതിൻ്റേതായ സ്ഥാനത്ത് കൊണ്ടുവച്ച് ഇനി അതൊക്കെ അടുപ്പിൻ്റെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്ത് ഇവിടെയൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കുകയാണ്. ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം വീട് മൊത്തം തുടച്ച് വൃത്തിയാക്കാൻ. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് വിയർത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഈ വിറക് ചീന്തുന്ന പണിയൊന്നും ഞാൻ മുൻകൂട്ടി തീരുമാനിച്ചതല്ല. പിന്നെ മോനെ കൊണ്ടാക്കുന്നത് റോട്ടുമ്മലേക്ക് കുറച്ച് അങ്ങോട്ടേക്ക് പോകേണ്ടത് കൊണ്ട് തന്നെ കുളിക്കാണ്ട് പോവാനും തോന്നൂല. അപ്പം കുളിച്ചിട്ടാണ് പോയത്. കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ വിറകിൻ്റെ പണിക്കൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു കുളിയും മേലെഴുകലൊന്നും നടക്കില്ല. അപ്പം നമുക്ക് വൈകുന്നേരമാണ് ഇനി മേലെഴുകുക. അപ്പം ഞാൻ അടുക്കളയിൽ ഫാനുണ്ട്, ആ ഫാനിട്ട് അതിൻ്റെ ചുവട്ടിൽ നിന്ന് മൊത്തം ഒന്ന് മുഖമൊക്കെ കഴുകി നനഞ്ഞ തുണി കൊണ്ട് ഒക്കെ തുടച്ച് നല്ലൊരാശ്വാസമായി കേട്ടോ ഫാനിൻ്റെ ചുവട്ടിൽ നിന്നപ്പോൾ. അപ്പോൾ ഇനി നമുക്ക് റെസ്റ്റ് എടുത്ത് നിൽക്കാനുള്ള ടൈമില്ല. അപ്പോഴേക്ക് ഇനിയിപ്പോൾ വീടൊക്കെ തുടച്ച് വൃത്തിയാക്കാണ്ടല്ലോ. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ഭാഗത്തിരിക്കുമ്പോൾ ഒരു സമാധാനത്തിലിരിക്കുക. അപ്പോൾ നമുക്ക് ചോറൊക്കെ ഒഴിവാക്കിയെടുക്കണം. കാസ്ട്രോളിലേക്ക് ചോറിനാക്കി അടുക്കളയൊക്കെ തുടച്ച് കഴിഞ്ഞിട്ടാണ് നിലമൊക്കെ തുടയ്ക്കുന്ന പണിയിലേക്ക് നിൽക്കുന്നത്. ഇതാകുമ്പോൾ റാക്കിൻ്റെ മുകളിലൊക്കെ എന്തെങ്കിലും പൊടിയോ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ തുടയ്ക്കുമ്പം തന്നെ അതൊക്കെ താഴോട്ടേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ നിലം തുടയ്ക്കുമ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് വൃത്തിയാവുമല്ലോ. അപ്പോൾ ചോറൊക്കെ ഒഴിവാക്കി അതൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ്. അടുക്കളയൊക്കെ തുടച്ച് വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ നമ്മുടെ വീട് മൊത്തം നിലമൊക്കെ അടിച്ച് തുടയ്ക്കുക എന്നുള്ളതാണ്. അതുകൂടി കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റ് എടുക്കുക. തുടയ്ക്കുന്ന പണി കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്നതിൻ്റെ മുന്നേ മോന് കാല് കെട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ തൊട്ടാവാടി ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ടാവാടിയുടെ ഇല പറിച്ചു കൊണ്ടുവരണം. തൊട്ടാവാടിയുടെ ഇല നന്നായിട്ട് അമ്മിയിൽ വെച്ച് അരച്ചിട്ട് പേസ്റ്റ് ആക്കുക. അതിന് ശേഷം അതിലേക്ക് ഒരു കോഴിമുട്ടയുടെ വെള്ളയും ചേർക്കും, മഞ്ഞൾപ്പൊടിയും, പിന്നെ മർമാണി ഗുളിക എന്ന് പറഞ്ഞിട്ടൊരു ഗുളിക ഉണ്ട്, അതും കൂടെ പൊടിച്ച് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് അച്ഛൻ കാല് കെട്ടി കൊടുക്കുക. അപ്പോൾ ആ ഇല പറിച്ച് കൊണ്ടുവന്ന് അമ്മിമേലൊക്കെ വെച്ച് അരയ്ക്കണം. ആ ഒരു പണി കൂടിയുണ്ട്. ഈ തൊട്ടാവാടിയുടെ ഇല അമ്മിമേൽ വെച്ചിട്ട് അരയ്ക്കുമ്പോൾ എനിക്ക് നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മൾ മൈലാഞ്ചി അരയ്ക്കുന്ന ഒരു ഓർമ്മയാണ് വരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.